പിന്നെ ഒരു 7-8-9 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഫോൺ വിളിക്കുമല്ലോ, നമ്മൾ ഓഡിറ്റോറിയവും എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത സംഭവമാണ്. ഒരു കല്യാണത്തിന് വേണ്ടി 2 മാസം നിന്നപ്പോഴാണ് ആ കല്യാണം വേണ്ട എന്നുള്ളത്. അത് ഞാനായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ടോക്ക് വന്നിങ്ങനെ സംസാരിച്ചപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ പാർട്ട്ണർ നമ്മളെ പറ്റി നല്ലത് പറയണം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ. അപ്പൊ പുള്ളിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആഫ്റ്റർ മാരേജ് നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നിങ്ങനെ ടോക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടായിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കിഡ്നി ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഇതങ്ങനെ ആ ഒരു സംഭവം ഉണ്ടാകുന്ന എനിക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനൊരു ഡോക്ടറിനെ ഇങ്ങനെ ഉമ്മച്ചിയെ കാണിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംസാരം വന്ന്. അപ്പൊ പുള്ളി പറഞ്ഞത് അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും മോക്ക് നല്ലതെന്ന്. ആ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ പാർട്ണർ ആയിരിക്കണല്ലോ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. അവര് തന്നെ ഇങ്ങനെ നമുക്ക് കുഞ്ഞുണ്ടാകത്തില്ല വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മനസ്സിൽ പിന്നെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുന്നോട്ട് പോകത്തില്ല. കാര്യം പുള്ളിയുടെ അറിവില്ലായ്മക്ക് തിരുത്താൻ സാധിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് നിർത്തിയേക്കാം. ടോക്സിക് ആയിരുന്നു റിലേഷൻഷിപ്പ്? അതും ഉണ്ടായിരുന്നു. അതും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം നമ്മള് ചിലപ്പോൾ ചിരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് ദേഷ്യമാകും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഫോണൊന്നും യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ കാര്യം ഈ സംസാരം പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി പോയി. നമ്മുടെ വിഷമമാണോ തോന്നിയ ഞാൻ ഇത്രയും നാൾ പ്രണയിച്ച ഒരാള് ഇങ്ങനെയാണല്ലോ എന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ അന്നേരം എന്തായിരുന്നു ആ മൊമെന്റ്? നമുക്ക് മെയിൻ വിഷമം അത് തന്നെയാണ്. നമ്മള് എന്തായാലും നമ്മളിനി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരാള് നമ്മുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ച ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പം മനസ്സിലായി ഇനി നമ്മൾ ലൈഫിലോട്ട് എടുത്തു വെച്ചാലും പിന്നെയും ഭാവിയിൽ നമ്മൾ തമ്മിൽ അടിയും ബഹളവും മനസ്സിലാക്കാതെയൊക്കെ വരും. അപ്പം അതവിടെ ക്ലോസ് ചെയ്യും, ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ പിന്നെയും ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കോളേജിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെ നിന്നൊരു ട്വിസ്റ്റായിരുന്നു.